നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ റിമാൻഡ് ചെയ്തു. ഫെബ്രുവരി 12 വരെയാണ് റിമാൻഡ് ചെയ്തത്. പ്രതി പൂർവ്വ വൈരാഗ്യം തീർക്കാൻ കൃത്യമായി ആസൂത്രണം ചെയ്ത കൊലപാതകമാണെന്നും റിമാൻഡ് റിപ്പോർട്ട്. തനിക്ക് 100 വർഷത്തേക്ക് ജയിൽ ശിക്ഷ വിധിക്കണമെന്നും മകളുടെയും മരുമകന്റെയും മുന്നിൽ തല കാണിക്കാൻ വയ്യ എന്നും ചെന്താമര കോടതിയിൽ പറഞ്ഞു. ശ്യാം പ്രസാദ് ഉത്തമൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, ഒരു പ്രദേശം മുഴുവൻ ഇയാൾക്കെതിരെ രംഗത്തുണ്ട്. ഒരു കുടുംബം മാത്രമല്ല, ഒരു പ്രദേശം മുഴുവൻ. തെളിവെടുപ്പൊക്കെ നടക്കേണ്ടതുണ്ട്. അത് സ്വാഭാവികമായും നടക്കുമ്പോൾ വലിയ ഒരു ജനകീയ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ ഒരുപക്ഷെ അവിടെ നടന്നേക്കാം. അതിനായുള്ള ഒരുക്കങ്ങളൊക്കെ വേണം. ഇന്ന് കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ, കോടതിയിൽ എത്തിച്ചപ്പോഴൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പശ്ചാത്താപം ചെന്താമരയ്ക്കുള്ളതായി തോന്നിയോ? ആര്യ, ഒരു തരത്തിലുള്ള പശ്ചാത്താപമോ മനസ്താപമോ പ്രതിയിൽ ഉണ്ടായില്ല. പ്രതി ചെന്താമര കൃത്യം നിർവഹിച്ച ശേഷം, അതായത് താൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണോ അത് താൻ പൂർണ്ണ സംതൃപ്തിയോടുകൂടി ചെയ്തു എന്ന ഒരു ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹം അവിടെ എത്തിയത്. കോടതിക്കകത്ത് കയറിയപ്പോൾ മജിസ്ട്രേറ്റ് ചോദിച്ചു, അതായത് ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തനിക്ക് ഒരു പരിക്കും തന്നെ ഇല്ല, എനിക്ക് ചില കാര്യങ്ങൾ കോടതി മുമ്പാകെ പറയാനുണ്ട്, ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതാണ്. അതായത് തൻ്റെ ജീവിതമാർഗം തടഞ്ഞു. ആ ജീവിതമാർഗം തടഞ്ഞപ്പോൾ താൻ അതിനെ എതിർത്തു. ആ എതിർപ്പാണ് ഈ കൊലപാതകങ്ങളിലേക്ക് കലാശിച്ചത്. സ്വാഭാവികമായിട്ടും താൻ തീരുമാനിച്ച കൊലപാതകങ്ങൾ അത് കൃത്യമായി തനിക്ക് നടപ്പാക്കാൻ കഴിഞ്ഞു. ഇനി എന്നെ ശിക്ഷിക്കണം, അത് എൻ്റെ ജീവിതാവസാനം വരെയുള്ള ശിക്ഷയാകണം, അതിനുവേണ്ടി 100 വർഷം വരെ എന്നെ ശിക്ഷിച്ചോളൂ എന്ന് അങ്ങോട്ട് കോടതി മുമ്പാകെ അദ്ദേഹം ഒരു മനസ്താപവുമില്ലാതെ പറയുകയാണ് ചെയ്തത്. തൻ്റെ മകളുടെയും മരുമകൻ്റെയും മുമ്പിൽ ഇനി ആ തല ഉയർത്തി നടക്കാൻ പറ്റുകയില്ല, ഇനി തല ഉയർത്താൻ പറ്റുകയില്ല. അതിനാൽ തന്നെ ജീവിതാവസാനം വരെ തന്നെ ശിക്ഷിക്കണം. പക്ഷേ ഈ ചെയ്ത കൊലപാതകത്തിൽ ഒരു മനസ്താപമോ ഒരു പശ്ചാത്താപമോ തനിക്കില്ല എന്ന് കോടതി മുമ്പാകെ പറയാതെ പറയുകയാണ് ചെയ്തത്. എന്തായാലും അതിനാടകീയ രംഗങ്ങൾ കേട്ടിരുന്നപ്പോൾ അവിടുത്തെ അഭിഭാഷകർ പോലും തരിച്ചിരുന്നു പോയി. ഇക്കാര്യങ്ങൾ പ്രതി ഒരു കൂസലുമില്ലാതെ കോടതി മുമ്പാകെ പങ്കുവച്ചു എന്നതാണ്. അതിനുശേഷമാണ് മെഡിക്കൽ പരിശോധനയെല്ലാം പൂർത്തിയാക്കി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വക്കാലത്തിന് വേണ്ടി ഒപ്പിടാനായിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷിൽ പേരെഴുതിയാണ് ആ വക്കാലത്ത് ഒപ്പിട്ടത്. അതായത് 10ാം ക്ലാസ്സുകാരനാണ് എന്നാണ് മറ്റുള്ള ആളുകൾ അവിടെ നിന്നും പറഞ്ഞിട്ടുള്ളത്. പോലീസും വ്യക്തമാക്കുന്നത് അതുതന്നെയാണ്. എന്തായാലും റിമാൻഡ് റിപ്പോർട്ടിൽ ഇയാൾക്കെതിരെ ശക്തമായ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പോലീസ് പങ്കുവച്ചിട്ടുള്ളത്. ഈ കൊലപാതകം നടത്താൻ വേണ്ടി തയ്യാറാക്കിയ കൊടുവാൾ, ആ കൊടുവാളിനെ പ്രത്യേകമായിട്ട് പിടി ഉൾപ്പെടെ ഇയാൾ ചെയ്തു. അതിനുശേഷം ഈ കൊലപാതകം നടത്തിയ ശേഷം ഇയാൾ കാട്ടിലേക്ക് ഓടിപ്പോവുകയാണ് ചെയ്തത്. ഇതിന് മുമ്പത്തെ കൊലപാതകത്തിലും ഈ കൃത്യം നടത്തിയ ശേഷം കാട്ടിലേക്ക് പോയി തിരികെ വിശപ്പ് സഹിക്കവയ്യാതെയാണ് തിരികെ വരുന്നതും. ഇക്കുറിയും അങ്ങനെ തന്നെയാണ് തിരികെ വന്നതും പോലീസിൻ്റെ കസ്റ്റഡിയിലായതും. എന്തായാലും ഇക്കുറി അദ്ദേഹം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ കൊലപാതകം അത് കൃത്യമായി നടപ്പാക്കണം. അത് അദ്ദേഹം നടപ്പാക്കിയിട്ടുണ്ട്. ഇനി മകൻ്റെയും മകളുടെയും മുമ്പിൽ തല ഉയർത്തി നടക്കാൻ കഴിയുകയില്ല. അതിനാൽ തന്നെ ശിക്ഷിക്കണം എന്ന കാര്യം തന്നെയാണ് കോടതി മുമ്പാകെ അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. നിലവിൽ ഈ ഫെബ്രുവരി മാസം 12 വരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇനി തുടർ നടപടികളിലേക്ക് കടക്കും. അതിവേഗം തന്നെ ഇതിൻ്റെ തെളിവെടുപ്പും അതോടൊപ്പം തന്നെ നടത്തിയ കൊലപാതക രീതി അത് പുനരാവിഷ്കരിക്കുക, പ്രതിയെ അവിടെ എത്തിക്കുക. പക്ഷേ പലതരത്തിലുള്ള ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത്.